ഇന്നത്തെ വീഡിയോ മീരേൻ്റെ കഥയാണ്. 45 വയസ്സാണ് പ്രായം. എപ്പോഴും ആക്റ്റീവാണ്. പക്ഷേ അടുത്തിടെയായി മീര ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഇല്ലാത്ത ചെറിയ ചുളിവുകൾ മുഖത്ത് വന്നു തുടങ്ങി. സാധാരണത്തിലും കൂടുതലായി മുടി കൊഴിച്ചിലുണ്ടാവുന്നു. ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് കാലിൻ്റെ മുട്ടിൽ ചെറിയൊരു കാഠിന്യം പോലെ. ഇതൊന്നും ഒരു അസുഖത്തിൻ്റെ ലക്ഷണമല്ല. പ്രായം കൂടുന്നതിനനുസരിച്ച് എല്ലാവർക്കും ഉണ്ടാവുന്ന ചില മാറ്റങ്ങളാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് മീരയും ചെയ്യുന്നത്. ഫോൺ എടുത്തു, ബെസ്റ്റ് കൊളാജൻ സപ്ലിമെന്റ് ഏതാന്നുള്ളത് സെർച്ച് ചെയ്തു. നിരവധി ഉൽപ്പന്നങ്ങൾ ഫോണിൽ തെളിഞ്ഞു. ആകർഷകമായിട്ടുള്ള ലേബിളുകൾ, വലിയ വാഗ്ദാനങ്ങളും വിലയും കുറവാണ്. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. മീര ഫോണിൽ സെർച്ച് ചെയ്ത് ഇപ്പോൾ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു കൊളാജൻ സപ്ലിമെന്റ് വാങ്ങിക്കാമെന്നാണ്. പക്ഷേ അടുത്ത 5 മിനിറ്റിൽ മീര എടുക്കാൻ പോകുന്ന തീരുമാനം മീര വിചാരിക്കുന്നതിനേക്കാളും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ നമുക്ക് കൊളാജൻ സപ്ലിമെന്റ്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഏത് കൊളാജനാണ് നല്ലത്, ഏത് തരത്തിലുള്ള കൊളാജനാണ് ഒഴിവാക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. മലയാളികളിലെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണറായിട്ടുള്ള ഡോഫുഡിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് കൊളാജൻ എന്താണെന്ന് നോക്കാം. നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറൽ പ്രോട്ടീനാണ് കൊളാജൻ. ശരീരത്തിന്റെ സ്ട്രക്ചറിന്റെ ഒരു അടിസ്ഥാന ഘടകമായി കൊളാജനെ നമുക്ക് കണക്കിലെടുക്കാം. നമ്മളുടെ ചർമ്മം, മുടി, നഖങ്ങൾ, സന്ധികൾ, അവിടെയുള്ള കുഷൻ പോലത്തെ കാർട്ടിലേജസ് എന്നിവയെല്ലാം നിർമ്മിക്കാൻ കൊളാജൻ എന്തായാലും വേണം. ഒരു കെട്ടിടം നമ്മൾ പണിയുന്ന സമയത്ത് അതിൻ്റെ കോൺക്രീറ്റിന് ബലം നൽകുന്നത് അതിനുള്ളിലുള്ള കമ്പികളാണ്. കൊളാജൻ നമ്മളുടെ സന്ധികൾക്കും ചർമ്മത്തിനും നൽകുന്നത് അതേ ബലമാണ്. ചർമ്മത്തിന് ആവശ്യമുള്ള ദൃഢതയ്ക്കും സന്ധികൾക്ക് ആവശ്യമുള്ള ഫ്ലെക്സിബിലിറ്റിയും ഇതെല്ലാം കൊളാജനിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കാനും സാധിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്ന കൊളാജൻ്റെ അളവ് 20കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മീരയുടെ പ്രായമൊക്കെ എത്തുമ്പോഴത്തേക്കും കൊളാജൻ്റെ അളവ് ശരീരത്തിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെയും സന്ധികളിലെയൊക്കെ ബലവും സ്ട്രക്ചറെല്ലാം ലൂസ് ആവുകയും ചെയ്യും. അതാണ് നമ്മൾ മുഖത്തുണ്ടാകുന്ന ചെറിയ ചുളിവുകളായിട്ടും കാൽമുട്ടിലുണ്ടാകുന്ന ചെറിയ വേദനയായിട്ടും ഒക്കെ അനുഭവിക്കുന്നത്. ഇതൊരു അസുഖമല്ല. ഇത് സാധാരണ രീതിയിൽ ഏജിങ്ങിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. ഏജിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല, പോസ് ചെയ്യാനും സാധിക്കില്ല. പക്ഷേ അത് വേണമെങ്കിൽ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാം. ഇവിടെയാണ് കൊളാജൻ സപ്ലിമെന്റ്സ് കയറി വരുന്നതും ഇത്രയധികം പോപ്പുലർ ആവുന്നതിൻ്റെ കാരണം ഇതാണ്. മുടിക്കും നഖത്തിനും നല്ല സപ്ലിമെന്റ് കൊളാജൻ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൊളാജന് ലഭിച്ചിട്ടുള്ള ഈ ജനപ്രീതി തന്നെയാണ് ഇതിന്റെ പ്രശ്നങ്ങളുടെയും തുടക്കം. മീര ഫോണിൽ സെർച്ച് ചെയ്തിട്ട് പലതരത്തിലുള്ള കൊളാജൻ സപ്ലിമെന്റ്സ് കണ്ടു. മീര ഏറ്റവും വിലക്കുറവുള്ള കൊളാജൻ സപ്ലിമെന്റ്സ് ആണ് തിരയുന്നത്. പക്ഷെ അവിടെയാണ് എനിക്ക് മീരനെ തടയേണ്ടി വരുന്നത്. കാരണം സപ്ലിമെന്റ് മാർക്കറ്റ്സിൽ നിയന്ത്രണങ്ങൾ വളരെ കുറവാണ്. പല ഉൽപ്പന്നങ്ങളിലും ആ സപ്ലിമെന്റിൽ എന്താണ് യഥാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്നതെന്നുള്ളത് ആരും സ്വതന്ത്രമായി ടെസ്റ്റ് ചെയ്യാറില്ല, അതിനായിട്ട് ശ്രമിക്കാറുമില്ല. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം വരുന്നത്. ലബോറട്ടറി ടെസ്റ്റുകളിൽ ഇത്തരത്തിലുള്ള പരിശോധിക്കപ്പെടാത്ത കൊളാജനിൽ, പ്രത്യേകിച്ചും വിലക്കുറവുള്ള സപ്ലിമെന്റ്സിൽ മെർക്കുറി അല്ലെങ്കിൽ ലെഡ് പോലത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെവി മെറ്റൽസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് റെഗുലറായി കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലക്രമേണ ഇത് നമ്മളുടെ കിഡ്നിക്കും ലിവറിനും വലിയ ദോഷങ്ങൾ ചെയ്യും. ഞാൻ പറയുന്നത് മാർക്കറ്റിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇങ്ങനെയാണെന്നല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ വാങ്ങിക്കുന്ന സപ്ലിമെന്റ് ബോട്ടിലിന്റെ അകത്ത് എന്താണെന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരളിന്റെയും വൃക്കകളുടെയും ആരോഗ്യം നിങ്ങളൊരു അപരിചിതനെ ഏൽപ്പിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ മീര പ്രാധാന്യം കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വാക്ക് കൊളാജൻ അല്ല, അത് ടെസ്റ്റഡ് ആണോ ഇല്ലേ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള എല്ലാവരും ഈ ഒരു രീതിയിൽ ചിന്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വാങ്ങിക്കുന്ന സപ്ലിമെന്റ് കൊളാജൻ തന്നെയാണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്നുള്ളത് തെളിയിച്ചു തരാൻ സാധിക്കുമോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ കൊളാജൻ സപ്ലിമെന്റ്സ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എൻ്റെ ഉത്തരത്തിൽ അതിൽ 3 പോയിന്റുകളുണ്ട്. അതിൽ ആദ്യത്തേത് ഉറവിടവും തരവുമാണ്. ചർമ്മത്തിനും മുടിക്കും ഏറ്റവും നല്ലത് മെറൈൻ കൊളാജൻ ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം ഇതിൽ ടൈപ്പ് 1 കൊളാജൻ ആണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ടാവുക. നമ്മുടെ ശരീരത്തിലും ഇതേ ടൈപ്പ് 1 കൊളാജൻ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മത്സ്യങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മെറൈൻ കൊളാജൻ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ പോയിന്റ് ആഗിരണശേഷി അഥവാ അബ്സോർപ്ഷൻ ആണ്. ഒരു കൊളാജൻ മോളിക്യൂള് മുഴുവനായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ്. നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഇതിനെ അബ്സോർബ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെയാണ് ഹൈഡ്രോലൈസ്ഡ് കൊളാജന്റെ പ്രാധാന്യം വരുന്നത്. ഹൈഡ്രോലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസിനെ നേരത്തെ തന്നെ വിഘടിപ്പിച്ച് ചെറിയ സൈസിലുള്ള മോളിക്യൂൾസ് ആക്കി മാറ്റിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പ്രോട്ടീനെ നമ്മളുടെ കുടലിന് വളരെ വേഗത്തിൽ ആഗിരണം ചെയ്യാനും സാധിക്കും. ചില മാർക്കറ്റിംഗ് ക്ലെയിംസ് പറയുന്നത് ഹൈഡ്രോലൈസ്ഡ് കൊളാജൻ എന്ന് പറഞ്ഞാൽ
ദഹന പ്രക്രിയയെ മുഴുവനായിട്ടും ബൈപ്പാസ് ചെയ്ത് നേരെ രക്തത്തിലേക്ക് പോകുന്നു എന്നാണ്. അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ വെറും മാർക്കറ്റിംഗ് ഗിമിക്സ് ആണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. കുറച്ചും കൂടി എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടും. ശരീരത്തിലെ സ്വാഭാവിക കൊളാജനെ നിർമ്മിക്കാനുള്ള ഒരു സിഗ്നൽ നൽകുന്നു എന്നുള്ളതാണ്. ഇതാണ് ആക്ച്വലി നടക്കുന്നത്. ഇത് വലിയൊരു ഗുണം തന്നെയാണ്. മൂന്നാമത്തെ പോയിന്റ് പ്രൂഫാണ്. അതായത് തേർഡ് പാർട്ടി ടെസ്റ്റഡ് ആണോ അല്ലേ എന്നുള്ള കാര്യം. സ്വതന്ത്രമായിട്ടുള്ള ഒരു ലാബ് അപകടകരമായിട്ടുള്ള മെർക്കുറി ലെഡൊന്നും ഇല്ല എന്നും ലേബിളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉള്ളതെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും വേണം. ഏറ്റവും വില കുറഞ്ഞ കൊളാജൻ സപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. അതായത് മികച്ച ഉറവിടം, വേഗത്തിലുള്ള ആഗിരണം, ശാസ്ത്രീയമായിട്ടുള്ള തെളിവും. ഈ 3 കാര്യങ്ങളും ഉറപ്പ് നൽകാൻ കഴിയാത്ത ഒരു തരത്തിലുള്ള സപ്ലിമെന്റ്സും വാങ്ങാത്തത് തന്നെയാണ് നല്ലത്. അപ്പോൾ അടുത്ത ചോദ്യം, ഇനി കൊളാജൻ സപ്ലിമെന്റ്സ് കഴിക്കുകയാണെങ്കിൽ തന്നെ ഇത് യഥാർത്ഥത്തിൽ ഇഫക്റ്റീവ് ആണോ? എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? അതിന്റെ ഉത്തരം ഇതാണ്. ഹൈഡ്രോളൈസ്ഡ് ആയിട്ടുള്ള കൊളാജൻ പെപ്റ്റൈഡ്സിനെ കുറിച്ച് നടത്തിയിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഇതാണ്. ഇത് റെഗുലർ ആയിട്ടും ഉപയോഗിക്കുന്നവർക്ക് ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും മുടിക്ക് ബലം നൽകാനും സന്ധികളുടെ കാഠിന്യം കുറയ്ക്കാനും സഹായിച്ചേക്കാമെന്നാണ്. ഞാനിവിടെ ഉപയോഗിച്ച വാക്ക് സഹായിച്ചേക്കാമെന്നാണ്, മറിച്ച് ഇത് പൂർണ്ണമായിട്ടും ശരിയാക്കുന്നല്ല. കൊളാജൻ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് ഒരു അത്ഭുതം മരുന്നല്ല. ഇനി സുതാര്യമായി ഒരു കാര്യം കൂടി പറയാം. ഇന്നു മുതൽ ഡോഫോഡി സ്റ്റോറിൽ വെൽബീയിങ് ന്യൂട്രീഷന്റെ പ്യുവർ മെറൈൻ കൊളാജൻ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളും ഈ ഒരു പ്രൊഡക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മെറൈൻ കൊളാജൻ ആണ്. ടൈപ്പ് 1 ആണ് ഇതിൽ കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്ന കൊളാജൻ. ഇതിൽ ഹൈഡ്രോളൈസ്ഡ് കൊളാജൻ പെപ്റ്റൈഡ്സ് തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. പോരാത്തതിന് തേർഡ് പാർട്ടി ടെസ്റ്റിങ്ങും ചെയ്തിട്ടുള്ളതാണ്. ഒരു നല്ല കൊളാജൻ സപ്ലിമെന്റിന്റെ ഉദാഹരണമായി നിങ്ങൾക്ക് ഇതിനെ കാണാം. ഒരു പ്രധാന മുന്നറിയിപ്പും കൂടിയുണ്ട്. നിങ്ങൾക്ക് മത്സ്യത്തിനോട് അലർജി ഉണ്ടെങ്കിൽ, നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ കൊളാജൻ സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കണം. ഒരു സപ്ലിമെന്റും ഒരു ഡോക്ടറിന്റെ ഉപദേശത്തിന് പകരം ആവുന്നില്ല. ഈ കൊളാജൻ പെപ്റ്റൈഡ്സ് ഉപയോഗിക്കേണ്ട രീതിയും എളുപ്പമാണ്. ഒരു ദിവസം 8 ഗ്രാമാണ് സെർവിങ് സൈസ് എന്ന് പറയുന്നത്. ഇത് അൺഫ്ലേവേർഡ് ആണ്. വെള്ളത്തിൽ എളുപ്പം ഡിസോൾവ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ പാകം ചെയ്യുന്ന ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും ഇത് ആഡ് ചെയ്യാം. ഇത് രാവിലെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. മീര അവസാനം എടുത്ത തീരുമാനം കൃത്യമാണ്. അപരിചിതമായിട്ടുള്ള ഒരു സപ്ലിമെന്റ് വാങ്ങിക്കുന്നതിന് പകരം പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയി ഡോക്ടർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ മാത്രം ലഭിക്കുന്ന. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് ചോദിക്കാൻ ഡോക്ടർമാരും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിലേക്ക് മീര വിസിറ്റ് ചെയ്തത് ഡോഫോഡി സ്റ്റോർ ആണ്. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. കൂടാതെ പിൻഡ് കമൻറ്റിലും കാണാവുന്നതാണ്. ഡോക്ടർമാരും ടെസ്റ്റ് ചെയ്തിട്ടുള്ള കൊളാജൻ സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് ഡോഫോഡി സ്റ്റോറിൽ കാണാം. നമ്മുടെ സ്കിന്നിൻ്റെയും ജോയിൻറ്റിൻ്റെയും ഹെൽത്ത് എന്ന് പറയുന്നത് കുറച്ച് മാസങ്ങളിലേക്കല്ല, ജീവിതകാലം മുഴുവൻ നമുക്ക് ആവശ്യമുള്ളതാണ്. അതിന് കൊളാജൻ സപ്ലിമെന്റ്സിന് പുറമെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണാം. ബൈ.